നേരത്തെ 2009 ഒഡീഷ MLA മനോജ് പ്രധാന്റെ കാര്യത്തിൽ സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അത് പരോളിറങ്ങി പുറത്തിറങ്ങിയായിരുന്നു സത്യപ്രതിജ്ഞ. റാഷിദ് അഞ്ജൻ, അമൃത്പാൽ സിംഗ് തുടങ്ങിയ MP-മാരുടെ MLA-മാരുടെ കാര്യത്തിലൊക്കെ ഈ സമാന സംഭവം ഉണ്ടായിരുന്നെങ്കിലും ഒന്നുകിൽ ടെമ്പററി പരോൾ, അല്ലെങ്കിൽ കസ്റ്റഡി പരോൾ, അല്ലെങ്കിൽ കോടതി അനുമതിയോടെ പാർലമെന്റിലോ അസംബ്ലിയിലോ പോയി സത്യപ്രതിജ്ഞ ചെയ്യുക. അല്ലാതെ ഇൻസൈഡ് ഈ പറഞ്ഞ ജയിലിനകത്തെ സത്യപ്രതിജ്ഞ എന്ന രാജ്യചരിത്രത്തിൽ തന്നെ എവിടെയെങ്കിലും ഒരു കീഴടക്കം നമുക്ക് ഇതിനോട് കാണാൻ കഴിയും. നമുക്കറിയില്ല ഇനി ചെറിയ സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമാണ്. അത് കേരളത്തിൽ ആദ്യമായാണ്, രാജ്യചരിത്രത്തിൽ തന്നെ അങ്ങേയറ്റം. ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് റയറസ്റ്റ് ഓഫ് ദ റയർ ആണ് എന്ന് ഉറപ്പായും പറയാൻ കഴിയും. അത്തരത്തിലൊരു അപൂർവ സംഭവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെയുള്ള രാഷ്ട്രീയ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തറും അജ്മൽ ദിറാറും ചേരുന്നുണ്ട്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നാണ് അജ്മൽ ചേരുന്നത്. അജ്മൽ, എന്തായാലും ജയിലിനകത്തേക്ക് എത്തി മേയർ VV രാജേഷ് മേയറിന്റെ ഗൗൺ അണിഞ്ഞ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജനാധിപത്യത്തിന് നല്ല കാഴ്ചയാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് BJP പറയും, അല്ല എന്ന് കോൺഗ്രസും CPM പറയും. പക്ഷേ അത് ആവർത്തിക്കരുതാത്തൊരു കീഴ്വഴക്കമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അജ്മൽ, ഹാഷ്മി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം പറയാൻ. എൻ്റെ ഈ പുറകിൽ കാണുന്നത് ഈ കോർപ്പറേഷൻ്റെ കാര്യാലയത്തിൽ, ഈ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കമെന്ന് പറയുന്നത്. നമുക്കറിയാം ഈ കോർപ്പറേഷനിലെ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറാണ് ഈ സുഗതനെ കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്ത് ഈ പറയുന്നത് പോലെ ജയിലിലാക്കിയതിന് പിന്നാലെയാണ് ഇവിടെ ഈ കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കുന്നതും പിന്നീട് 19 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയും എന്നാൽ കാപ്പ കേസിൽ വിയ്യൂർ ജയിലിൽ കഴിയുന്ന സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലെത്തി ഇളവ് തേടി ഇന്ന് ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മേയർ VV രാജേഷ് വിയ്യൂർ സെൻട്രൽ ജയിലിലെത്തി ഈ പറഞ്ഞ നഗരപിതാവിൻ്റെ ഗൗൺ അണിഞ്ഞു നിന്ന് സത്യപ്രതിജ്ഞയുടെ വരണാധികാരിയായി നിന്നുകൊണ്ട് ഈ പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിൽ ഒരു ജയിലിനുള്ളിലുള്ള സത്യപ്രതിജ്ഞ എന്ന ഒരു ചരിത്രം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് കോർപ്പറേഷനിലെ ഈ പ്രതിപക്ഷവുമായിട്ടുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസും UDF-ഉം അതോടൊപ്പം തന്നെ LDF നേതാക്കന്മാരെല്ലാം ഇന്നലെ തന്നെ പ്രതികരിച്ചത്. അതിൽ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം ഒരു ചരിത്രമാണ്, ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇന്നലെ തന്നെ SP ദീപക് അടക്കമുള്ള ഈ കോർപ്പറേഷനിലെ ഇടതുപക്ഷ കക്ഷി നേതാക്കളടക്കം പ്രതികരിച്ചു. ഇപ്പോൾ SP ദീപക് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ നഗരസഭയെ, അതോടൊപ്പം തിരുവനന്തപുരം നഗരത്തെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം ഒരു അനുഭവമാണ് ഈ കോടതി വിധിയിലൂടെ പിന്നാലെ ഈ പറയുന്ന സുഗതന്റെ സത്യപ്രതിജ്ഞയിലൂടെ ഉണ്ടാകുന്നത്. അതിൽ തന്നെയാണ് ഇപ്പോഴും ഈ LDF-ഉം ഇടതുപക്ഷവും ഒന്നാകെ ഉറച്ചു നിൽക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ജനം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളത് മാറിയിട്ട് കാപ്പ കോർപ്പറേഷനായി മാറുന്ന സ്ഥിതിയിലേക്ക് ഇവിടെ ഇന്നത്തെ സത്യപ്രതിജ്ഞയോടുകൂടി തന്നെ മാറ്റം വന്നിരിക്കുകയാണ്. ഒരു ക്രിമിനലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണസമിതി ആകെ മേയറുടെ നേതൃത്വത്തിൽ ഇവിടെ വെയ്യൂർ സെൻട്രൽ ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നതോടുകൂടി തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത്, നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഈ ഒരു ക്രിമിനൽ വൽക്കരണമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വൃത്തികേടുകളും, ഈ പറയുന്ന ഗുണ്ടായുസവും ഈ ക്രിമിനൽ ആക്ടിവിറ്റീസും എല്ലാം ചെയ്താൽ അതിന് സംരക്ഷണം കൊടുക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ പറയുന്ന സുഗതന് സംരക്ഷണമെന്ന് പറയുന്നത്. അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ അസാധ്യമായിട്ടുള്ള, ഒരിക്കലും നടക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്തതായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ സുഗതനെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. നടക്കാൻ പാടില്ലാത്തൊരു കാര്യത്തിനകത്ത് നിവൃത്തികേട് കൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിനകത്ത് ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറയുന്നത് ഭരണഘടനാ അവകാശമായതുകൊണ്ടാണ് കോടതി ഒരു നിവൃത്തിയും, ഒരു കാപ്പ കേസിനകത്ത് 6 മാസത്തേക്ക് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നതിനകത്ത് ഒരു ഇളവും കൊടുക്കാൻ വേണ്ടിയിട്ട് നിയമത്തിനകത്ത് പറ്റാത്തത് കൊണ്ടും ഇയാളുടെ ക്രിമിനൽ കേസുകൾ എണ്ണി പരിശോധിച്ചതിന് ശേഷമാണ് ഇയാളെ ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ കോടതിയുടെ വീക്ഷണകോണിലൂടെ നോക്കിക്കാണുമ്പോൾ നമുക്കറിയാം അതൊരു ജനാധിപത്യ മാതൃകയിൽ അദ്ദേഹത്തിൻ്റെ അവകാശമാണ്, അയാളെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ അവകാശമാണ്. പക്ഷേ ഇത് പാടില്ലാത്തൊരു കീഴ്വഴക്കമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ കാണുന്ന ഈ കോർപ്പറേഷൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ആ കൗൺസിലർ എത്രമേൽ ഈ ഒരു വ്യക്തിയുടെ പേരിൽ സംഘർഷഭരിതമായി എന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത് നമ്മൾ കണ്ടു. 29-ാം തീയതി കൗൺസിൽ യോഗം വീണ്ടും നടക്കാൻ പോവുകയാണ്. അന്നും ഇതിൻ്റെ ഒരു തനിയാവർത്തനം ഇവിടെ നടക്കാൻ തന്നെയാണ്. അല്ല, സ്വാഭാവികമായിട്ട് ഇതിൻ്റെ നിയമചട്ടം അനുസരിച്ച് 3 കൗൺസിൽ യോഗത്തിനകത്ത് വന്നില്ലെങ്കിൽ
ഈ അംഗത്വം റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകണമെന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി ആക്ട് പറയുന്നത്. പക്ഷേ ആ നിയമത്തെയൊക്കെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സംരക്ഷണം കൊടുക്കുമെന്നുള്ള നിലപാടിലേക്കാണ് മേയർ പോകുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഇനിയും ജനാധിപത്യ വിരുദ്ധമായും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും. അതുപോലെ തന്നെ നിയമപരമായി പ്രതിപക്ഷത പ്രതികരിക്കുകയായിരുന്നു കാര്യങ്ങൾ. നേരത്തെ അവർ പറയുന്നതാണ് നാണക്കേടാണ്, നഗരവാസികൾക്ക് നാണക്കേടാണ് എന്നുള്ളതാണ് CPM-ന്റെ അടക്കം പ്രതികരണം. ഷഫീദ് റാവത്ത് കൂടി ചെയ്യുന്നു. ഷഫീദ്, കെ ശബരിനാഥനും പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് BJP ഭരിക്കുന്ന നഗരസഭയിലെ ഒരു അംഗത്തിന് സ്വന്തം നഗരസഭയിലോ സ്വന്തം നാട്ടിലോ കാലുകുത്താൻ കഴിയാതെ 288 കിലോമീറ്റർ ദൂരെ ജയിലിൽ പോയി പ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നത് തിരുവനന്തപുരത്തൊരു നാണക്കേടാണ്, ഭരണസമിതിക്ക് അപമാനമാണ് എന്നാണ് ശബരിനാഥൻ പറഞ്ഞത്. ഉറപ്പായും ഷഫീദ്, ഇപ്പോൾ മേയറുടെ ഗൗൺ അണിഞ്ഞ് ഒരു ജയിലിനകത്തേക്ക് പോയി അതിൻ്റെ ലൈബ്രറി പോയി സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ മേയർ വി രാജേഷിന് വ്യക്തിപരമായി അത്ര താല്പര്യമുള്ള സംഗതിയാവില്ല. പക്ഷേ BJPക്ക് അത് അനിവാര്യമായിരുന്നു. ഉറപ്പായിട്ടും തിരുവനന്തപുരം നഗരസഭയിലെ കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം കേവല ഭൂരിപക്ഷം മാത്രമാണ് BJPക്കുള്ളത്. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലൊരു അംഗം അയോഗ്യനാക്കപ്പെടുകയും അധികാരം നഷ്ടപ്പെടുകയും, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലെത്തുന്നത്, നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ BJP ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആർ സുഗതനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പൂർണ്ണമായുള്ള സംരക്ഷണം അത് കോർപ്പറേഷൻ മേയർ ആണെങ്കിലും മറ്റ് BJP കൌൺസിലാണെങ്കിലും BJP സംസ്ഥാന നേതൃത്വമാണെങ്കിലും നൽകുകയും ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും വലിയ അസാധാരണത്വം എന്ന് പറയുന്നത് ഒരു കാപ്പ കേസ് പ്രതി, വധശ്രമം അടക്കം 19 കേസിലെ പ്രതി, വഴിതെറിഞ്ഞ ആക്രമണം, പോലീസിനെ ആക്രമിക്കൽ, അതേപോലെ തന്നെ പരസ്യമായി അധിക്ഷേപശ്രമം അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിയിട്ടുള്ള ഒരാൾ അയാൾ കാപ്പ കേസിൽ പ്രതിയാണ്. കാപ്പ ഉപദേശക സമിതി അടക്കം അദ്ദേഹത്തിന്റെ കാപ്പ കേസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കാനുള്ള വിലക്കടക്കം റീഇൻസ്റ്റേറ്റ് ചെയ്ത ഉത്തരവ് വന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഉത്തരവ്, ആ ഉത്തരവും വളരെ കാര്യമായി നമ്മൾ പരിശോധിക്കണം. കോടതി പറഞ്ഞത് കേവലം സാങ്കേതിക നടപടിക്രമങ്ങളുടെ പേരിൽ ജനവിധി ഇല്ലാതാക്കരുത്, തർക്കത്തിലുള്ള സത്യപ്രതിജ്ഞയുടെ പേരിൽ ജനാധിപത്യത്തിന്റെ സ്പന്ദനം തകരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഉയർത്തിപ്പിടിക്കുക എന്നത് കോടതിയുടെ കടമയാണെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നുണ്ട് ഉറപ്പുവരുത്തുക മാത്രമാണ് കോടതിയുടെ ഉദ്ദേശം. എന്നാൽ ഒരു നടപടിക്രമത്തിലെ വീഴ്ച കാരണം ജനവിധിയെ ഇല്ലാതാക്കാൻ കഴിയില്ല. അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജനാധിപത്യ തത്വങ്ങളെയും ജനവിധിയും സംരക്ഷിക്കുന്നതിന് കോടതിക്ക് അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായും കോടതിയുടെ കൺസേൺ അതാണ്. ഒരു ജനവിധി അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജനപ്രതിയാക്കിയ മനുഷ്യൻ, ആ രീതിയിലുള്ള കൺസേൺ കോടതി കൊടുക്കുമ്പോൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു കളങ്കമായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. കെ ശബരിനാഥനും SP ദീപക്കും അടക്കം ആവർത്തിച്ചു പറയുന്നത് അതാണ്. അതിനപ്പുറത്തേക്ക് ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് സ്വാഭാവികമായും അടുത്ത കൌൺസിൽ യോഗങ്ങളിൽ സുഗതന് പങ്കെടുക്കാൻ കഴിയുമോ, അത് ഏത് രീതിയിൽ BJP ടാക്കിൾ ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹഷ്മി, പീപ്പിൾസ് മാൻഡേറ്റ് കോണ്ട് ബി മസാക്കഡ് എന്നാണ് കേരള ഹൈക്കോടതി ആ വിഷയത്തിൽ പറഞ്ഞത്. അപ്പോൾ കോടതി കണ്ടത് കാപ്പ കേസിൽ അത്രയധികം കേസുകൾ പ്രതിയായ സുഗതനെ മാത്രമല്ല, സുഗതന് വോട്ട് ചെയ്ത ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ അത് പാലിക്കപ്പെടണമെന്ന ഉന്നതമായ ജനാധിപത്യ മൂല്യം കോടതി ആ വിധിയിൽ പാലിച്ചു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായാണ് അത്തരത്തിലൊരു സത്യപ്രതിജ്ഞ ചടങ്ങ്. കേരള ചരിത്രത്തിൽ മാത്രമല്ല, രാജ്യചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കം എവിടെയും കാണാനില്ല. ഇനി ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ അത്രയധികം അപൂർവമായ ഒരു സംഭവത്തിനാണ് അല്പസമയം മുമ്പ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.